ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷന് ശേഷമുള്ള സൗഹൃദം പ്രണയം എന്ന ടോപ്പിക്കിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഡിവോഴ്സ് കൂടി വരികയാണ്, അല്ലെങ്കിൽ സെപ്പറേഷൻ കൂടി വരികയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ സൗഹൃദങ്ങളുണ്ടാവാനും അല്ലെങ്കിൽ പ്രണയം ഉണ്ടാവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഈ സൗഹൃദത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പ്രണയത്തെ എങ്ങനെ ഹാൻഡിൽ, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ മുന്നിൽ ഈ പ്രണയം എങ്ങനെ അവതരിപ്പിക്കണം, ഈ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെപ്പറേഷന് ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡൈവോഴ്സിന് ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ, രണ്ടാളുകളും ലീഗൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഇന്ത്യയിലെ ഡിവോഴ്സിൻ്റെ പ്രോസസ്സ്, അല്ല ഡിവോഴ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. പലപ്പോഴും അത് കണ്ടസ്റ്റഡ് ഡിവോഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ രണ്ടുപേരും ഈ പറയുന്ന ലീഗൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഒരാൾ കംപ്ലീറ്റ്ലി ഡിവോഴ്സ്ഡ് ആയിരിക്കും, മറ്റേ ആൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാര്യം ആദ്യം ഉറപ്പാക്കണം. പിന്നീട് ഏതൊരു പ്രണയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൗഹൃദമാണ്. നല്ലൊരു സൗഹൃദം ഉണ്ടാകുക. സൗഹൃദമായിരിക്കണം എപ്പോഴും പ്രണയത്തിലേക്ക് പോകുന്നത്. അതായിരിക്കും എപ്പോഴും നല്ലത്. അത്രത്തോളം ആളിനെ മനസ്സിലാക്കി, ഈ ആളുകളെ മനസ്സിലാക്കുമ്പോൾ തന്നെ പല സ്റ്റേജുണ്ട്. പ്രധാനമായിട്ടും 3 സ്റ്റേജാണ് പ്രണയത്തിൽ അല്ലെങ്കിൽ സൗഹൃദത്തിൽ പറയുന്നത്. പ്രണയത്തിൻ്റെ കേസ് തന്നെ ഞാൻ പറയാം. ആദ്യം നമുക്ക് ഒരാളോട്, ഓപ്പോസിറ്റ് ജെൻഡറോട് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നു. അപ്പോൾ അത് പലപ്പോഴും ഒരു ഇൻഫാച്വേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക അട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പറയുക ആദ്യത്തെ ഒരു 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 കൗതുകമായിരിക്കാം. പലപ്പോഴും ഈ ഒരു സ്റ്റേജിനെ യഥാർത്ഥത്തിൽ നമുക്കൊരു എന്താണ് പറയുക ഹണിമൂൺ പീരീഡ് എന്ന് പറയാം. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഹണിമൂൺ ഫേസ് എന്ന് പറയാം. പലപ്പോഴും പല ഹണിമൂൺ ഫേസുകൾ ഏകദേശം 2 കൊല്ലത്തോളമൊക്കെ ആവും. അതായത് നമ്മൾ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എന്താണ് സന്തോഷമായിരിക്കും, ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, ഹാപ്പിനെസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോസിറ്റീവ് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ, നെഗറ്റീവ് കാണത്തില്ല. പലപ്പോഴും ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. ഒരു റിലേഷൻഷിപ്പിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ്. അതായത് ഈ നമ്മൾ ചിന്തിച്ചു തുടങ്ങി, ഈ പേഴ്സൺ എനിക്ക് കറക്റ്റായിട്ട് ഓക്കെയാണ്, ഈ പേഴ്സൺ തന്നെയാണോ റൈറ്റ് പേഴ്സൺ, ഈ പേഴ്സണെ കുറേയധികം നെഗറ്റീവ്സ് കാണുന്നുണ്ട്, ഈ പേഴ്സൺ എനിക്ക് ലൈഫ് ടൈം ഓക്കെ ആവുമോ, അങ്ങനെയൊക്കെയുള്ള എന്താണ് രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ് പലപ്പോഴും ഈ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ ബ്രേക്ക് ആകാൻ പോകുന്നത്. അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആളല്ല, ഞാൻ ഉദ്ദേശിച്ച ഒരാളല്ല എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് രണ്ടാമത്തെ സ്റ്റേജ് വിട്ടു പോകുന്നതായിട്ട് കാണുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേജ് താണ്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഡീപ്പ് ലവ് അല്ലെങ്കിൽ എന്താണ് സോൾ ലവ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അയാളെ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലുള്ള ആളെ അല്ലെങ്കിൽ പ്രണയത്തിലുള്ള ആളെ അയാളുടെ ഏറ്റവും കുറ്റങ്ങളോടും കുറവുകളോടും അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേജ്, ആ സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹണിമൂൺ സ്റ്റേജാണ്. ആ സ്റ്റേജ് എന്താ പറയുക, അതിൻ്റെ ഒരു താല്പര്യം, ഒരു ഇൻറ്റിമസി ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ കൃത്യമായിട്ട് 2 പേർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരാൾക്കൊരു പക്ഷേ ലോങ് ടൈമിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ആവശ്യമുള്ളത്, അയാൾക്കൊരു സൗഹൃദം മാത്രമായിരിക്കും ആവശ്യമുള്ളത്, അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ഫിസിക്കൽ കണക്ഷൻ മാത്രമായിരിക്കും വേണ്ടത്, ഒരാൾക്കല്ല ഇമോഷണൽ കണക്ഷൻ മാത്രമായിരിക്കും വേണ്ടത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും. എന്നതിന് ശേഷം മാത്രമേ ഏതോ റിലേഷൻഷിപ്പും എന്താ പറയുക കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ മറ്റ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ലിവിങ് ടുഗദർ ആണെങ്കിൽ ലിവിങ് ടുഗദർ വിത്തൗട്ട് കണ്ടീഷൻ, വിത്ത് കണ്ടീഷൻ, പിന്നീട് മാരേജ്, ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വളരെ ബ്രോഡായിട്ടുള്ള വേയിലാണ് നമ്മളിതിനെ കാണേണ്ടത്. പലപ്പോഴും ഞാൻ നമ്മളെ വിളിക്കുന്ന സ്ത്രീകളോട് പറയാറുണ്ട്, അപ്പോൾ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളുടെ കാമുകന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് എന്താണ് പറയുക നിങ്ങളെ ഏറ്റെടുക്കാൻ പറ്റുന്ന സിനാരിയോ ആണെങ്കിൽ മാത്രമേ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന ലേഡീസിന് കൂടുതലും, അതായത് ഹോർമോണിൻ്റെ കളി ആയതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ കാമുകനോട് അല്ലെങ്കിൽ ഫ്രണ്ടിനോട് ലവറിനോടൊക്കെ ഒരു ഒബ്സഷൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോകുന്നതിന് മുമ്പ് അയാൾക്ക് നിങ്ങളെ ഏതൊരു സാഹചര്യത്തിലും ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതാണ്, 100% ഉറപ്പ് വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട്. കാരണം എനിക്ക് ഡെയിലി അത്തരത്തിലുള്ള ഒരുപാട് കോൾസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രണയത്തിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു പീക്ക് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിമസി തന്നെയാണ്. ഫിസിക്കൽ ഇൻറ്റിമസിയാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലെയാണ്. അപ്പോൾ അത് നിങ്ങൾ പലപ്പോഴും ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ 2 പേരും ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള
എന്താണ് ഒരു സിനാരിയോയിൽ മാത്രമേ നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാവൂ എന്ന് ഞാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ തിടുക്കത്തിൽ ഒന്നും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകരുത്. അതായത് രണ്ടുപേരും കംഫർട്ടബിൾ ആകാതെ നിങ്ങൾ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. കാരണം എന്നെ വിളിച്ച ഒരുപാട് കേസുകളുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പ്രണയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രണയത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റലായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നു. പിന്നീട് ഈ പറഞ്ഞ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന മാറ്റൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ പലപ്പോഴും അതവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പല റിലേഷൻഷിപ്പ് പല പ്രണയങ്ങളും അതോടുകൂടി അവസാനിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ട് ആവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പാർട്ണറോട് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരു വീഡിയോയിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളോടും പറഞ്ഞുതരാൻ പറ്റില്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. രണ്ടാമതൊരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അതായത് റൈറ്റ് പേഴ്സൺ ആണോ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതാണ്. നിങ്ങൾക്കൊരു സംശയം തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇറങ്ങിപ്പോരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഏതൊരു റിലേഷൻഷിപ്പിൽ അപ്പർ ഹാൻഡ് ആർക്കാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാനത് പല ആളുകൾക്കും കൊടുക്കാറുള്ള ഉപദേശമാണ്. പലപ്പോഴും അത് ഇമോഷണലി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ആണ്, അല്ലെങ്കിൽ എന്താണ് പറയുക ഫിനാൻഷ്യലി ആണ്, അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് റിലീജിയൻ വൈസ് ഒക്കെ ആണെങ്കിൽ ഈ അപ്പർ ഹാൻഡ് ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവരുടെ ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവർ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ബേസിക്കായിട്ടല്ല ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ആയിരിക്കും. അടുത്തൊരു പോയിൻ്റ് എന്നോട് ഒരുപാട് പെൺകുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ്. സാർ, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റഡ് ആണ്, എനിക്കാണെങ്കിൽ ഒരു സുഹൃത്തുമായി ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ പ്രണയത്തിലാണ്, എൻ്റെ മകൾക്ക് 12 വയസ്സുണ്ട്, എൻ്റെ പ്രണയത്തെ ആ മകൾ എങ്ങനെയായിരിക്കും കാണുക? എന്നെ മോശക്കാരിയായിട്ട് കാണുമോ, അല്ലെങ്കിൽ ഞാൻ ആ കുട്ടി ടീനേജിലേക്ക് വരുമ്പം എൻ്റെ പ്രണയത്തെ എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള അമ്മമാരുണ്ട്. അവരുടെ പ്രണയം ഒളിപ്പിച്ചു വെക്കേണ്ടതായിട്ട് വരുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ കുട്ടികളെ ബൗണ്ടറീസ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതർ ജെൻഡറിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഓഫീസിൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക, ആ ഫ്രണ്ട്സിനോട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ബൗണ്ടറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതർ ജെൻഡറിലുള്ള സുഹൃത്തുക്കൾ എങ്ങനെ ഡീൽ ചെയ്യണം, അതർ ജെൻഡറിലുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നും, നിങ്ങൾക്ക് നാട്ടിൽ സുഹൃത്തുക്കളുണ്ടായിരിക്കാം, ബന്ധുക്കളുടെ ഇടയിൽ സുഹൃത്തുക്കളുണ്ടായിരിക്കാം, ഓരോ സൗഹൃദത്തിൻ്റെ വാല്യൂസിനെ കുറിച്ചും അതിൽ നിങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്ന ബൗണ്ടറീസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ സുഹൃത്തിനെ കൂടെ പരിചയപ്പെടുത്തുക. പിന്നീട് അവരുടെ സൗഹൃദങ്ങളിലും ഒക്കെ അദ്ദേഹത്തെയും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുക, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി പറയും എന്നെയാണെന്ന് പറയും. അല്ലെങ്കിൽ പിന്നീട് അതിന് ശേഷം എന്താണ് പറയുക, ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പർട്ടിക്കുലർ പോയിന്റിൽ ആ കുട്ടി തന്നെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടി തന്നെ പറയുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന ആളെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് എ ബെറ്റർ ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പുകളൊക്കെ പഠിക്കുന്ന സമയത്തും ഒരുപാട് ആളുകളോട് ചോദിക്കുന്ന, ഒരുപാട് സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തൊക്കെ ചോദിച്ച സമയത്ത് എനിക്കിങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കിട്ടിയത്. അപ്പോൾ കുട്ടികളെ എന്താണ് പറയുക, റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതർ ജെൻഡറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ പ്രധാനമായിട്ട് സ്ത്രീകളാണെങ്കിൽ അറിയാം, അവർക്ക് എന്താണ് പറയുക ഒരുപാട് പ്രഷേഴ്സ് പല സൈഡിൽ നിന്ന് എന്താണ് പറയുക ആക്സ് ചെയ്യാൻ പല ആളുകളും നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനോടൊക്കെ ഒരു പ്രതികരിക്കാനുള്ള ഒരു നാച്ചുറലായിട്ടുള്ളൊരു പ്രതികരണ ശേഷി ദൈവം ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടീനെ ബോധവൽക്കരിക്കുക. അതിനുശേഷം എന്താണ് പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടി തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ല സൗഹൃദങ്ങളും പ്രണയങ്ങളും ഉണ്ടാകട്ടെ. സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക, മറ്റൊരാളാൽ വാലിഡേറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഡിവോഴ്സ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും പ്രണയത്തിലേക്കൊക്കെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്, ആ ബുക്കിനകത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ബുക്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പോയിൻറ്റുകൾ, ഒരുപാട് അധ്യായങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.